ആ പുള്ളിക്കാരി ഓർത്തെ മറ്റേ ബമ്പർച്ചിരി ചെന്നിട്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് വരുന്ന പോലെ അന്ന് ഓർത്തു. ഇവിടെ വന്നിട്ട് പുറകെ വന്നിട്ട് തോണ്ട ആൾക്കാർ നിൽക്കുന്നത് ഇല്ല. എന്നെ ഇല്ല ബലൂണ് കണ്ടിട്ട് പറയുക അതുകൊണ്ട് എയറിൽ വരെ ആൾക്കാർ നിൽക്കുവാണ് കേട്ടോ. അതെന്നാന്നറിയാവോ, ഞാൻ ആകെ ഈ ബമ്പർച്ചിലും മഞ്ജു ചേച്ചീനെയും നസീർക്കയും ഈ വിപിൻ ജോർജ് ഇരിക്കുന്ന ഇടപാടാ നമ്മള്. അതാരും കാണുന്നില്ലല്ലോ, 3 പേരോടെ നമുക്ക് എന്നാ കാണിക്കാനാ. പക്ഷെ ആൾക്കാരെ കാണുമ്പോൾ റിലേ പോയി തല കറങ്ങി ഇരിക്കും. ഇല്ലില്ല, കുഴപ്പമില്ല. ഈ സൈഡിൽ മഞ്ജു ചേച്ചി, ഈ സൈഡിൽ വിപിൻ ജോർജ്. ഇങ്ങനെ വിചാരിച്ചാൽ മതി. എന്നാണ് മക്കളെ അല്ലയോ? ഭർത്താവിനെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന പോലാണ് വിചാരിച്ചില്ലേ? എന്ത് പറയുന്നത്? അതല്ലേ ചെയ്തോണ്ടിരുന്നത് അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലയോ? അങ്ങാരെ പോയി വലിച്ചു കീറുക, അവിടെ കയറി നിന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ. എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, സത്യമല്ലാതെ നോണയൊന്നും ആരോടും പറയരുത്, സത്യമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. സത്യം ഞാൻ മൊത്തം സത്യം പറഞ്ഞത്. എന്നെ സത്യം പറയാത്തത് ലുലുമാളിലോ കേക്കണം. ഭയങ്കര കോമഡി ആട്ടോ. ഞാൻ ഈ പട്ടിക്കാട്ടി വളർന്ന ഒരാളാട്ടോ. ആ പട്ടിക്കാട് ഞാൻ ഈ ടൗൺ ഏരിയ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അമ്മച്ചി. കാരണം അമ്മച്ചി ഭയങ്കര സ്നേഹം കേട്ടോ. കണ്ടോ, എനിക്ക് ഉമ്മയൊക്കെ തന്നാലും ഇടയ്ക്ക്. അവിടേക്ക് എങ്ങനെ വളർന്ന ഒരാളാണ്. ഞാൻ ഈ ടൗൺ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ മക്കളെ. ഞാൻ പിള്ളേർ പറഞ്ഞു, അച്ചായി കൂട്ടുകാരൊക്കെ ലുലുമാളിൽ പോകുന്നുണ്ട്, ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന്. ഞാൻ പറഞ്ഞു സ്വാഭാവികം. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി. ഇങ്ങനെയാണ് ഭയങ്കര പിശുക്കനാട്ടോ, 1 രൂപ പോലും മുടക്കത്തില്ല, ഭയങ്കര പിശുക്കനാ. അവിടെ എന്താടാ പറഞ്ഞു തീർക്കട്ടാ, 5 പോയി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം എസ്കലേറ്ററിലൊക്കെ ഒന്ന് കയറുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ഓടി വന്ന് മക്കളെല്ലാം വിളിച്ചോണ്ട് വന്നുവെച്ചും പറഞ്ഞ് നിന്നെ അടിപൊളി റൈഡേ കയറ്റാം. ഇപ്പൊ ഞാൻ ആ പറഞ്ഞ സാധനത്തെ കയറ്റാൻ റോഡിയോട് കൊണ്ടുവന്നു. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു ഈ സാധനം എന്നതാണ്. കുറെ നട അങ്ങോട്ട് മുകളിലോട്ട് ഓടി പോവാ, കുറെ നട ഇപ്പുറത്തോട് ഇങ്ങോട്ട് ഇറങ്ങി വരുക. എനിക്കിതൊന്നും അറിയാൻ പോലായിരുന്നു. ഇന്നാണ് എനിക്കറിയാം എസ്കലേറ്റർ ആണെന്ന് കേട്ടോ. ഇനി അതേപോലെ ഞാൻ ആരും നോക്കിക്കൊണ്ട് വരരുത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണിയിട്ടത് ഇത് പോട്ടെ, എസ്കലേറ്റർ കേറിയത് പോട്ടറാ. ഈ കൊച്ചുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഈ കൊച്ചുങ്ങളെ കയ്യെ പിടിച്ച് വലിച്ചു പറിച്ച് ഈ എസ്കലേറ്റർ കൂടെ അങ്ങോട്ട് കയറി അപ്പുറത്തോട്ട് ഓടുന്നു. പിള്ളേർ ഇവിടത്തൊക്കെ വരുമ്പോ ചേട്ടാ ഇപ്പുറം താഴെ വരും. ഭയങ്കര കുന്തളിപ്പ്. കുന്തളിച്ച് കൊണ്ട് തന്നെ പ്രശ്നം അറിയാമോ, ആ എസ്കലേറ്റർ രാണിയുണ്ട്.